أكبر الله أكبر الله أكبر الله أكبر كبيرا والحمد لله كثيرا فسبحان الله وبحمده بكرة وأصيلا الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلما أسلما وتله للجبين وناديناه أن يا إبراهيم قد صدقت الرؤيا إنا كذلك نجزي المحسنين إن هذا لهو البلاء المبين وفديناه بذبح عظيم ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. ഒന്നാമതായി എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നാം ഒരു ബലിപെരുന്നാളിലേക്ക് കൂടി പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇസ്ലാമിക സമൂഹത്തിന്റെ സർവാംഗീകൃതമായിട്ടുള്ള രണ്ടാഘോഷങ്ങളാണ് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹായും. ആ ഈദുൽ അദ്ഹായിലേക്കാണ് അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നാം പ്രവേശിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായും വിധേയമായി ഈ ആഘോഷം നിർവഹിക്കുവാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചരിത്ര പുരുഷനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അഥവാ അബ്രഹാം പ്രവാചകന്റെ ത്യാഗസ്മരണയിലാണ് ഇസ്ലാമിക സമൂഹം ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. സന്താനങ്ങളില്ലാതിരുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിക്ക് അള്ളാഹുവോട് അദ്ദേഹം ശിരസ് നമിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി വാർദ്ധക്യഘട്ടത്തിൽ ലഭിച്ച ആദ്യ സന്താനമാണ് മഹാനായ പ്രവാചകൻ ഇസ്മായിൽ അലൈഹിസ്സലാം. സഹോദരങ്ങളെ, ഇസ്മായിൽ അലൈഹിസ്സലാം ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ കൂടെ ഓടിച്ചാടി നടക്കാൻ തുടങ്ങിയ ഘട്ടത്തിൽ ഇസ്മായിലിനെ അള്ളാഹുവിനെ സമർപ്പിക്കണമെന്ന് അള്ളാഹു ദിവ്യബോധനം നൽകുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കൽപ്പനയെ, ദൈവകൽപ്പനയെ ശിരസാ വഹിക്കുന്നതിന്റെ ഭാഗമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാമയെ ബലി നൽകാൻ തയ്യാറെടുക്കുന്ന രംഗമുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ ദൈവത്തിന്റെ അള്ളാഹുവിന്റെ വിളിയാളമുണ്ടാകുന്നു. ഇസ്മായിലിനെയോ ഏതെങ്കിലും മനുഷ്യക്കുഞ്ഞിനെയോ ബലി നൽകുക എന്നതല്ല ദൈവകൽപ്പനയുടെ, ദൈവശാസനയുടെ താല്പര്യമെന്ന് പറയുന്നത്. ഇബ്രാഹിമിന് അള്ളാഹുവോടാണോ, അള്ളാഹു നൽകിയ സന്താനങ്ങളടക്കമുള്ള അനുഗ്രഹങ്ങളോടാണോ, അള്ളാഹു നൽകിയ സന്താനമടക്കമുള്ള അനുഗ്രഹങ്ങളോടാണോ ഇബ്രാഹിമിന് ഏറ്റവും സ്നേഹമുള്ളതെന്ന് അള്ളാഹു പരീക്ഷിക്കുക മാത്രമായിരുന്നു. അത് അള്ളാഹു അറിയിക്കുകയാണ്.
ഇബ്രാഹിം നബി സ്വന്തം പുത്രനെ ബലിയെടുക്കാൻ തയ്യാറായ, ബലി അറുക്കാൻ തയ്യാറായ ഘട്ടത്തിൽ അള്ളാഹു പറയാണ്, ഓ ഇബ്രാഹിം, അരുത് ചെയ്തേക്കരുത്. അങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി ആയിരുന്നില്ല ഈ ദിവ്യബോധനം. മറിച്ച് ഇബ്രാഹിമിന്റെ അർപ്പണശേഷി എത്രത്തോളമുണ്ട്, ഇബ്രാഹിമിന്റെ ദൈവസ്നേഹം എത്രത്തോളമുണ്ടെന്ന് പരീക്ഷിക്കുക മാത്രമായിരുന്നു ഈ കൽപ്പനയുടെ താല്പര്യമെന്ന് അള്ളാഹു ആ ഘട്ടത്തിൽ ഉണർത്തുകയാണ് സഹോദരങ്ങളെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സ്വാഫാത്തിലെ 103 മുതലുള്ള വചനങ്ങളാണ് ഞാൻ പ്രാരംഭത്തിൽ ഓതി വെച്ചത്. അതിൽ ഈ സംഭവമാണ് പറയുന്നത്. ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽ ജബീൻ, അവർ രണ്ടുപേരും സമർപ്പിതരായപ്പോ, വതല്ലഹു ലിൽ ജബീൻ, ഇസ്മായിൽ അലൈഹിസ്സലാമയെ നെറ്റിന്മേൽ ചെരിച്ചു കിടത്തുകയും ചെയ്തപ്പോ, ഇബ്രാഹിം പ്രവാചകൻ അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാമയെ ചെരിച്ചു കിടത്തുകയും ചെയ്തപ്പോ, ഈ ഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ വിളിയാളം ഉണ്ടാകുന്നത്. അള്ളാഹു പറയാണ്, വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, നാം വിളിച്ചു, ഓ ഇബ്രാഹിം, ഓ ഇബ്രാഹിം, അരുത്, ചെയ്തേക്കരുത്, അത് മതി, നീ ഇതിന് സന്നദ്ധനായല്ലോ. നിന്റെ ദൈവസ്നേഹം തിരിച്ചറിയപ്പെടുക എന്നത് മാത്രമായിരുന്നു ഈ കൽപ്പനയുടെ, ഈ ശാസനയുടെ താല്പര്യം, മറ്റൊന്നുമായിരുന്നില്ല. നിശ്ചയം നീ നിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. നിശ്ചയം നാം അപ്രകാരമാണ് നന്മ ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലം നൽകുക. അവരെ ജനങ്ങളുടെ മുമ്പിൽ വേർതിരിച്ച് മനസ്സിലാക്കപ്പെടുന്നതിന് വേണ്ടി മാത്രമായിരുന്നു ഈ പരീക്ഷണമെന്ന് പറയുന്നത്. ഇന്നഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ.